നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. മാറ്റമില്ലാതെ എണ്ണവില മികവ് പുലർത്തി ഏലം. റബ്ബർ വില കുത്തനെ താഴേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഏലം മികവ് നിലനിർത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിൽ മുൻനിര ഉൽപ്പാദന രാജ്യമായ ഗാട്ടിമലയിൽ വിളവ് കുത്തനെ കുറഞ്ഞത് നമ്മുടെ സുഗന്ധറാണിക്ക് പിന്നിട്ട മാസങ്ങളിൽ ഡിമാൻഡ് ശക്തമാക്കി. കീടബാധകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നിമിത്തം ഗാട്ടിമലയിൽ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദനം 50% കുറഞ്ഞു. സ്ഥിതിഗതികളിൽ മാറ്റം വരാൻ സമയമെടുക്കുമെന്നത് ഇന്ത്യൻ ചരക്കിന് ആവശ്യം ഉയർത്താം. ഉത്തരേന്ത്യൻ ഉത്സവ സീസൺ മുന്നിൽ കണ്ടുള്ള വാങ്ങലുകൾക്ക് തുടക്കം കുറിക്കുന്നതോടെ വ്യാപാര രംഗം സജീവമാക്കുന്നത് വില വീണ്ടും ഉയർത്താം. ആഭ്യന്തര ആവശ്യം വർദ്ധിക്കുന്നതിനിടയിൽ വിദേശ ബയർമാരും രംഗത്ത് ഇടം പിടിച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഏലയ്ക്ക വില ആകർഷകമാകും. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ലേലത്തിന് എത്തിയ 12,913 കിലോഗ്രാം ഏലയ്ക്കയിൽ 11,640 കിലോയും വിറ്റഴിഞ്ഞു. ഉത്തരേന്ത്യൻ വ്യവസായികൾ അവരുടെ കരുതൽ ശേഖരം ഉയർത്താനുള്ള ശ്രമത്തിലാണ്. മഴയുടെ വരവ് മുന്നിൽ കണ്ട് റബ്ബർ സംഭരണത്തിൽ നിന്നും ഒരു വിഭാഗം വ്യവസായികൾ പിന്നോക്കം വലിഞ്ഞത് തുടർച്ചയായ രണ്ടാം ദിവസവും ഷീറ്റ് വിലയെ ബാധിച്ചു. 4 ഗ്രേഡ് കിലോ 4 രൂപ കുറഞ്ഞു 251 താഴ്ന്നപ്പോൾ ഒട്ടുപാലും ലാറ്റക്സും 152 രൂപയിൽ ഇടപാടുകൾ നടന്നു. ബാങ്കോക്കിൽ റബ്ബർ 279 രൂപയിലാണ്. അതേസമയം ഇന്നലെ 416 yen വരെയും കയറിയ ജപ്പാനിൽ റബ്ബർ ഇന്ന് 404 താഴ്ന്നു. 400 yen നിർണായക സപ്പോർട്ട് നിലനിർത്തിയത് നിക്ഷേപകർക്ക് ആശ്വാസം പകർന്നു. ദക്ഷിണേന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. തമിഴ്നാട്ടിലെ സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര നീക്കം നിയന്ത്രിച്ചത് വിലക്കയറ്റത്തിന് വഴിയൊരുക്കുമെന്ന ഒരു വിഭാഗം കണക്കുകൂട്ടി. എന്നാൽ ഉയർന്ന വിലയ്ക്ക് എണ്ണ ശേഖരിക്കാൻ വാങ്ങലുകാർ ഉത്സാഹം കാണിച്ചില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.